നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ഫിഫയെ വിടുന്ന മട്ടില്ല. ഫിഫ വേൾഡ് കപ്പും മറ്റുമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു എൻ്റർപ്രൈസ് ഉണ്ടാക്കുകയും അതിൻ്റെ 20% സ്റ്റേക്ക് വിൽക്കാൻ നോക്കുകയൊക്കെയാണല്ലോ. അതിനെതിരെ ശക്തമായ ഭാഷയിൽ ഇന്നലെ യുവേഫ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതാണ്. ഫിഫയുടേതല്ല ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്, അതിനങ്ങനെ ഒരു ഓണറില്ല എന്നൊക്കെയാണ് ഇന്നലെ ഇട്ടതെങ്കിൽ ഇന്ന് വളരെ കൃത്യമായിട്ട് ഫിഫയുടെ പേര് തന്നെ തുറന്നടിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഫിഫക്കും സുഹൃത്തുക്കൾക്കും സമ്പത്തുണ്ടാക്കാനുള്ളതല്ല ഈ കായിക വിനോദം, അതിന് സമ്മതിക്കൂല. നമ്മൾ ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. ക്ലബ്ബുകളും ലീഗുകളും കളിക്കാരും ആരാധകരും അവർക്കൊക്കെ മുൻഗണന കൊടുക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് തന്നെ ഒഫീഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു യുവേഫ. തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നു യുവേഫ ഫിഫയുമായിട്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് അവർ പറയുകയാണ്. ഫർദർ യുവേഫ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഫിഫ പ്ലാൻസ് എന്ന് പറഞ്ഞുകൊണ്ടിടുകയാണ്. Today we have learned of FIFA's deadline to associations to support their proposals or have the one-off payout offer withdrawn. This says everything you need to know about this plan. But having held discussion with many stakeholders across the game, UEFA knows UEFA knows there is significant and growing opposition to FIFA's scheme. FIFA cannot continue to use our sport to enrich themselves and their friends. We can grow the game correctly. It's time to prioritize associations, clubs, leagues, players and fans എന്ന് വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു. അതായത് തങ്ങളുടെ നിർദ്ദേശങ്ങളെ പിന്തുണക്കാനും അല്ലാത്ത പക്ഷം ഒറ്റത്തവണ പേയ്മെൻറ്റ്, അതായത് വൺ ഓഫ് പേയ്മെൻറ്റ്, ആ ഒരു ഓഫർ പിൻവലിക്കാനും ഫിഫ അസോസിയേഷനുകൾക്ക് നൽകിയിട്ടുള്ള സമയപരിധിയെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ അറിയാനിടയായി. ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതെന്തിനുള്ള പദ്ധതിയാണെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണെന്നാ. അതായത് ഇപ്പോൾ 53 ദിവസത്തെ ഒരു ഡെഡ് ലൈൻ കൊടുത്തിരിക്കുകയാണ് ഈ അസോസിയേഷനുകൾക്ക്. അതായത് ഓരോ രാജ്യത്തിൻ്റെയും അസോസിയേഷനുകൾക്ക് ഈ പദ്ധതി അംഗീകരിക്കണം, ഇല്ലെങ്കിൽ ആ ഒരു വൺ ഓഫ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് വിഡ്രോ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ ഒരു ഭീഷണിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്, അതൊക്കെ ഇതിൽ നിന്ന് വ്യക്തമാണ് എന്ന് തന്നെ യുവേഫ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ട് പിന്നെ പറയുകയാണ്. എന്നാൽ ഈ കായിക മേഖലയിലെ നിരവധി പങ്കാളികളുമായിട്ട് ചർച്ചകൾ നടത്തിയ യുവേഫക്ക് ഫിഫയുടെ ഈ പദ്ധതിക്കെതിരെ ശക്തമായതും വർദ്ധിച്ചു വരുന്നതുമായ എതിർപ്പുണ്ടെന്ന് വ്യക്തമായിട്ടറിയാം. ഫിഫക്ക് തങ്ങൾക്കും തങ്ങളുടെ സുഹൃത്തുക്കൾക്കും സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഇനി നമ്മുടെ കായിക വിനോദത്തെ ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് ഫുട്ബോളിനെ വെച്ചിട്ട് ഫിഫയ്ക്ക് ഇനി പൈസ ഉണ്ടാക്കാൻ പറ്റൂല. അതാണ് യുവേഫയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം. എന്നിട്ട് പറയുകയാണ്, നമുക്ക് ഈ കളിയെ ശരിയായ രീതിയിൽ വളർത്താൻ സാധിക്കും. അസോസിയേഷനുകളും ക്ലബ്ബുകളും ലീഗുകളും കളിക്കാരും ആരാധകരും അവർക്കൊക്കെ മുൻഗണന നൽകേണ്ട സമയമാണിത് എന്ന് തന്നെ യുവേഫ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോൾ ഇതൊരു തുറന്ന യുദ്ധപ്രഖ്യാപനമാണ്. കാത്തിരിക്കാം യുവേഫ വേഴ്സസ് ഫിഫ എന്ത് സംഭവിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സ്റ്റുഡിയോ എത്താം.